ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ അതേ നമ്മുടെ ബി വി ഹൗസിലെ ചെറിയൊരു രാവിലെ ഇച്ചിരി ഒരു കലഹം ഉണ്ടായ ഒരു പ്രശ്നം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. പ്രശ്നം ചായപാത്രമാണ്. കാരണം ഇന്നലത്തെ ആരും വെസൽ ടീം ഒന്നും പാത്രം കഴുകി വെക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ രാവിലെ ജസൽ ചായയുടെ 10 പേർക്കുള്ള ചെറിയ പാത്രത്തിൽ ചായ ഇട്ടു. അത് 10 ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചു എന്നുള്ള രീതി പറഞ്ഞ് അതിൻ്റെ പ്രശ്നം ഉണ്ടാക്കിയത് നമ്മുടെ ബെന്നിയാണ്. അത് വളരെ ഒരു ചീപ്പായ കാര്യം തന്നെയാണ്. ചായ കൊണ്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ പാത്രം ഇരുന്ന് കഴിഞ്ഞാൽ ഒരു വെസൽ ടീം ഉണ്ടെങ്കിൽ, ക്ലീനിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരത് കഴുകി അത് വൃത്തിയാക്കി വെക്കും. എന്നിട്ട് മോർണിംഗ് നമുക്ക് എടുത്ത് ചായ ഇടാൻ ഒരു വലിയ ഉപകാരമാവും. പുള്ളിക്കാരി 10 പേർക്ക് ആ ഒരു പാത്രം 10 പേർക്ക് കൊള്ളത്തുള്ളൂ. അതിട്ടിട്ട് പുള്ളിക്കാരി എന്തോ ഡ്രസ്സ് മാറാനെന്തോ പോയി. ആ സമയത്ത് ബിൻസി ചോദിച്ചു ഞങ്ങൾക്കാർക്കും ചായ. അപ്പം തന്നെ നമ്മുടെ റെന ഫാത്തിമ വന്ന് ചായ ഇട്ടു. ആ ഒരു കാര്യം അവിടെ കളയാവുന്നതേ ഉള്ളൂ. പക്ഷെ അതൊരു വലിയൊരു എന്താ പറയുക, ഇൻ്റർനാഷണൽ പ്രശ്നമാക്കി നമ്മുടെ ബെന്നി എടുത്തു. പക്ഷെ അത് ഒരു ചിളി കേസായിപ്പോയി, ചീറ്റിപ്പോയി. എന്ന് വെച്ചാൽ നനഞ്ഞ പടക്കം പോലെ ആയിപ്പോയി അത്. പക്ഷെ അത് കണ്ട് ഒരു 6 പേര് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ടായിരുന്നു. അതിന് മുൻപന്തിയിലാണ് നമ്മുടെ അനുമോള് നിന്നത്. കാരണം അനുമോൾ ഇപ്പോൾ ആ ഗ്യാങ് ആണെന്ന് പറയാതെ തന്നെ പറയാം. ഇപ്പോൾ ആ ഒരു ഗ്യാങ്ങിലാണ് അനുമോൾ നിൽക്കുന്നത്. ഈ വന്ന 5 വൈറ്റ് കാർഡിലെ ആൾക്കാരുടെ കൂട്ടത്തിലാണ് അനുമോളും ചേർന്നിരിക്കുന്നതെന്ന് പറയാം. അപ്പം മസ്താനിയാണ് ഇതിൻ്റെ ക്യാപ്റ്റൻ, അങ്ങനെ എന്തോ ആണ്. പുള്ളിക്കാരിയുടെ പാത്രമൊന്നും കഴുകി വെക്കാതെ ഇങ്ങനെ അലസതയായിട്ട് നടക്കുന്നത്. ഒരിതാണ് കേസ് എനിക്ക് പറയാനുള്ളത്. രാവിലെ തന്നെ ചായപാത്രം തുടങ്ങിയിട്ട് രാവിലത്തെ ചടങ്ങുകൾ, കാരണം അവിടുത്തെ രാവിലത്തെ ചടങ്ങ് നടക്കുന്ന തന്നെ കിച്ചണിൽ നിന്നാണ് അടി നടക്കുന്നത്. ആ ചടങ്ങാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഇനി ഓരോന്നോരോന്ന് പുറകെ വരും. അപ്പോൾ നമുക്ക് ഓരോന്ന് കണ്ടിട്ട് ഞാൻ അപ്ഡേഷൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.